ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടീനെ എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്നു. പത്രത്തിലോ പിന്നെ ഉടനീളം നെഗറ്റീവായിട്ടാണ് എല്ലാ കാര്യം വരുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് എന്താണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സർക്കംസ്റ്റാൻസസ് എന്താണ്, പേരൻസ് എങ്ങനെയാണ് വളർത്തിയത്, എന്തായിരുന്നു ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവര് തെറ്റാണ് ഇവര് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൗമ്യ വധക്കേസിലാണെങ്കിലും നമ്മൾ ആള് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് കാണുന്നു, ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാത്രം നമ്മളിങ്ങനെ കണ്ടിട്ട് അയ്യോ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ കാണുന്ന ഇതാണ് എന്നുള്ള പേടി, അതായത് ഫിയർ ഫ്രീക്വൻസിയാണ് യൂണിവേഴ്സിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മകളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ മകളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, എൻ്റെ മകളെ റേപ്പ് ചെയ്യോ, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കും. ഈ റേപ്പ് ചെയ്യപ്പെടുന്ന ആ കുട്ടിയുടെ പേരൻസ് ആ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് റേപ്പ് ചെയ്യുന്ന ആള് ലൈഫിലോട്ട് വരുന്നത്. നമുക്കുണ്ടാവുന്ന അധിക അസുഖങ്ങൾ 99% അല്ലെ 95% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. സൈക്കോ മൈൻഡ്, സോമ ബോഡി. ഇപ്പോൾ ഒരു സ്ത്രീ കൈവേദനയാന്ന് പറയുന്നു, ചിലപ്പം അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും. അവരുണ്ടാക്കുന്ന ഫുഡിന് ഒരു അപ്രിസിയേഷനും ഉണ്ടാവില്ല. ഹസ്ബൻഡിന് കുട്ടികളെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി കൈവേദനയാന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അത് വേദനയാണെന്നൊരു 15-20 ദിവസം നിങ്ങൾ ഒരേ രീതി പറഞ്ഞു നോക്കിയേ, വേദന വരും. അതാണ് മൈൻഡിന്റെ കളി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ ബ്രാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ബിഹൈൻഡ് ദ ബ്രാൻഡിൽ എന്നോടൊപ്പം മൈൻഡ് പവർ കോച്ച് ഡോക്ടർ ശ്രീവിദ്യയാണ്. ഹായ് ശ്രീവിദ്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു? ശ്രീവിദ്യയുടെ പേരിൽ തന്നെയാണ് ശ്രീവിദ്യയുടെ ബ്രാൻഡ് ഇരിക്കുന്നത് അല്ലേ? ഡോക്ടർ ശ്രീവിദ്യ, മൈൻഡ് പവർ കോച്ച്. എങ്ങനെയാണ് ശ്രീവിദ്യ ഇങ്ങനെ ഈ ഒരു കോച്ചിങ് ഇതിലേക്ക് ശ്രീവിദ്യ എത്തിയത്? എങ്ങനെയാണ്, എപ്പോഴാണ്? ഞാൻ ആദ്യം എൻ്റെ കോച്ചായിട്ടാണ് മാറിയത്. അതായത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പം എല്ലാം ഉണ്ട്, ജോലിയുണ്ട്, നല്ല ഹസ്ബൻഡാണ്, നല്ല ഫാമിലിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിലായിരുന്നില്ല. അതായത് ഞാൻ പല രീതിയിലുള്ള വിഷമങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്താണെന്ന് ചോദിച്ചാൽ റീസൺ ഇല്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഡിപ്രഷനാണ് എന്നുള്ളത്. അപ്പം ഞാൻ സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ സഹായം തേടിയെങ്കിലും എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സീക്രട്ട് എന്നുള്ള ബുക്ക് സജസ്റ്റ് ചെയ്തു. അപ്പം അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മളെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി അതിൽ നിന്ന് ഒരുപാട് ടെക്നിക്സ് ഒക്കെ എടുത്ത് ഞാൻ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലാവും ഒരു കാര്യം കൊള്ളാലോ, എനിക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പം ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് ഞാൻ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പർച്ചേസ് ചെയ്തു. മോർ ദാൻ ഒരു 10 lakhിൻ്റെ മുകളിൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പഠിച്ചു ഞാൻ എന്നെ തന്നെ കംപ്ലീറ്റ് മാറ്റി, എൻ്റെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്തി. വിത്തിൻ 3 months കൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതെ, സൂൺ. ഓക്കെ, പക്ഷേ ശ്രീവിദ്യ ഡിപ്രഷനിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഏകദേശം എത്ര നാളുകൾ കൊണ്ടായിരിക്കും? ഡിപ്രഷനിലാണെന്ന് അറിഞ്ഞത് കാരണം എനിക്ക് ആരെങ്കിലും വിഷമം പറയുമ്പോൾ ഞാൻ ഒരുപാട് കരയുക, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക. ഞാൻ നോർമൽ അല്ല എന്നുള്ളത് എനിക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് തോന്നിയിരുന്നു. കാരണം വർക്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സാലറി വന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നല്ല, അതിലൊന്നും ഞാൻ ബോധേഡേ അല്ല. അപ്പോൾ എനിക്ക് ഇത്ര സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ വേറെ ഏതോ ലോകത്താണ്. അപ്പം ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരയുക, വിഷമിച്ചിരിക്കുക. പിന്നെ കുറേ പേര് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായപ്പോൾ. അപ്പം എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എൻ്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഹീലിങ്ങിലോട്ട് വന്ന് ഞാൻ തന്നെ എന്നെ ഹീൽ ചെയ്ത് എന്നെ മാറ്റി എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, ഞാൻ സംതിങ് ബെറ്റർ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി. അങ്ങനെ 4 months കൊണ്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷത്തെ ഒരു ഗ്രോത്താണ് നമുക്ക് ശരിക്കും 4 to 6 months കൊണ്ട് കിട്ടിയത് ബിസിനസ്സിൽ. അത് മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, പക്ഷേ ഇപ്പം ഒരു ആൾക്ക് എല്ലാവരും വിചാരിക്കും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം, എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൂഡ് ഓഫ് ആയിട്ട് മറ്റുള്ളൊരു രണ്ടാമത് വേറൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കില്ല, പുറത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കില്ല, എപ്പോഴും ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ അതിലേക്ക് പോകുമ്പോഴാണ് അവരൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പൊതുവേ നമ്മൾ കാണുക, നമ്മൾ തോന്നുന്നത്.
ഇങ്ങനെ തന്നെയാണോ ഏതൊരു വ്യക്തി ഡിപ്രഷനിൽ പോയാലും? ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രഷനിൽ എത്തിയ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യും, കൺഗ്രാജുലേറ്റ് ചെയ്യും. അതാണ് അവരുടെ ടേണിംഗ് പോയിന്റ്. മനസ്സിലായില്ല, എന്തിനാ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക? ഒരാൾ ഡിപ്രഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ അവർ മാറ്റുകയാണെങ്കിൽ, മാറ്റം വരുത്തുകയാണെങ്കിൽ, ഹീൽ ചെയ്ത് അവരവരുടെ ബെസ്റ്റ് വേർഷനിൽ എത്തുകയാണെങ്കിൽ ആർക്കും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതല്ല, സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അടുത്ത ജന്മത്തിൽ രക്ഷപ്പെടാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വ്യക്തിനെ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ. പക്ഷെ ഇപ്പം ശ്രീവിദ്യയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, ശ്രീവിദ്യ പറഞ്ഞു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, മാരീഡ് ആണ്, നല്ലൊരു കുടുംബമാണ്. പൊതുവെ പുറമേ നിന്ന് ആര് നോക്കിയാലും എല്ലാം ഉണ്ട് ശ്രീവിദ്യക്ക്. അപ്പോൾ എന്തിലായിരിക്കും ശ്രീവിദ്യ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു ചെറുപ്പം മുതലേ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്, പെട്ടെന്ന് എന്തൊക്കെ കിട്ടിയാലും തൃപ്തി വരായ്മ അല്ലേ? സാലറി കിട്ടിയാലും തൃപ്തി വരുന്നില്ല. അപ്പം അങ്ങനെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പം ബിഹൈൻഡ് ദ മൈൻഡിനുള്ളിൽ എന്തിനോടായിരിക്കും അപ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ത്രൈവ് തോന്നിയിരുന്നത്? കാരണം മണി ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല, സ്നേഹം കിട്ടുന്നുണ്ട്, കംഫർട്ട് സോൺ ആണ്. അപ്പം എന്തിലായിരിക്കും ഒരു ലാക്ക് തോന്നിയിട്ടുണ്ടാവുക? സ്നേഹം കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടുന്ന സ്നേഹം അത് ആ രീതിയിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ട്രോമ ഉണ്ടായിട്ടുണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവർ അത്ര പോരാ, അല്ലെങ്കിൽ കറുത്തിട്ടാണ്, തടിച്ച്, ആ രീതിയിലുള്ള ബോഡി ഷേമിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് ആണെങ്കിലും പിന്നെ എല്ലാ രീതിയിലും വില കുറച്ച് കാണുമായിരുന്നു ആൾക്കാർ. അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിനോട് ഒക്കെ ചോദിക്കാറുള്ളത്, നിങ്ങളുടെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടോ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, ഓക്കെ ആയിരുന്നു? കാരണം സ്റ്റുഡൻസ് വരാറുള്ളത് കൂടുതലും ഡിപ്രഷനാണ്, കോൺഫിഡൻസ് ഇല്ല, ഓവർ തിങ്കിങ് ആണ്, ഉറക്കക്കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അവർ പോയിട്ട് ഡിപ്രഷൻ്റെ മെഡിസിൻ എടുക്കും. ഈ ഡിപ്രഷൻ്റെ മെഡിസിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ അവർ സൂയിസൈഡൽ ടെൻഡൻസി തോന്നിയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ സൂയിസൈഡ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നല്ല ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു, ലൈഫ് തന്നെ തിരിച്ചു കിട്ടുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് റൂട്ട് കോസ് ആണ്. എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളത് കണ്ടുപിടിച്ച്, എന്താണ് റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ച് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാനും ചെയ്തത്. അതൊരു സെൽഫ് റിയലൈസേഷൻ മാത്രമായിട്ട് വരുന്ന ഒന്നാണോ, അതോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാരൻസിനോ, നമ്മുടെ സിബ്ലിങ്സിനോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോ, ലൈഫ് പാർട്ട്ണർക്കോ, അങ്ങനെ ആരും ആയിക്കോട്ടെ, നമ്മളെ നന്നായിട്ട് അറിയുന്ന മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഈ ഒരാൾ ഡിപ്രഷനിലാണ് എന്നുള്ളത്? അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കാരണം ഈ പറയുന്ന അച്ഛനായാലും അമ്മയായാലും സിബ്ലിങ്സ് ആരെങ്കിലും ആയാലും ഇവരൊക്കെ വിക്ടിംസ് ഓഫ് വിക്ടിമാണ്. നമ്മളെ പേരൻസ് അവരുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെ ജീവിച്ചെന്ന് നമുക്കറിയില്ല, അവർക്ക് എന്തൊക്കെ ട്രോമ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പം ഒരു വ്യക്തി കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അവരെ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ അടി കൂടുന്നു, ഡിവോഴ്സ് ആവുന്നു. പക്ഷെ അവിടെ അടി കൂടുന്നത് അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡാണ്. ഓക്കെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ആ ചൈൽഡ്ഹുഡിൽ ഒരു കൗൺസിലിംഗ് പോണത് എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. കൗൺസിലിംഗ് എന്നല്ല, സ്കൂൾ ടൈം തൊട്ട് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുന്ന 95% പെൺകുട്ടികളും സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടവരാണ്, സെക്ഷുവലി അബ്യൂസ്ഡ് ആണ്. അത് തന്നെ വീട്ടിലുള്ള ആൾക്കാർ, റിലേറ്റീവ്, നമ്മൾ ബ്രദറായി കാണുന്ന ആൾക്കാർ. അപ്പോൾ ഇത് വീട്ടിൽ തുറന്നു പറയാൻ പറ്റില്ല. അതെ, ഹൈഡ് ചെയ്ത് വെച്ച് ഇതെപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ട്രസ്റ്റ് ഇഷ്യൂ വരും. കാരണം നമുക്ക് സെൽഫ് ട്രസ്റ്റ് ഇല്ല. പിന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, എപ്പോഴും ഭയമായിരിക്കും, ഭാവിയെ പറ്റി ആലോചിക്കുമ്പം ഭയങ്കര പേടിയായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഡിപ്രഷനിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അവർ ഡിപ്രഷനിലായി, ഇവർ ഡിപ്രഷനിലായി നമ്മൾ കാണുന്നു. പക്ഷേ ഇതിൻ്റെ കോസ് ഇതാണ്. ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ നേരെ മുന്നിൽ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മെയ് ബാച്ചിലുണ്ടായ ഒരു കുട്ടി, ആ കുട്ടി ഓപ്പണായിട്ട് 100 പേരുള്ള ക്ലാസ്സിൽ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞു, മാം എന്നെ 2 പേര് കൂടിയാണ് റേപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ 1 വർഷമായിട്ട് ഇതുപോലെ ഇരുട്ടുമുറിയിലാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ 2 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് വീട്ടുകാരെപ്പോഴും കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ്, പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ഒരുപാട് മാറ്റമാണ്. ഭയങ്കര എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം Day 1 ഈ കുട്ടി ഇങ്ങനെയായിരുന്നു ഇരിക്കുന്നുണ്ടായത്, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട്. ഇപ്പോൾ ഭയങ്കര പ്ലസൻറ്റ് ഫേസ് ആയി, ആൾ തന്നെ മാറി.
അപ്പോൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ് ക്ലാസ്സിലൂടെ മാറുന്നത്, പ്രാക്ടീസിലൂടെ മാറുന്നത്. ശ്രീവിദ്യ എത്ര നാളായിട്ട് മൈൻഡ് പവർ കോച്ചിങ് ചെയ്യുന്നു? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 years ആവാറായി. ഓക്കെ. ശ്രീവിദ്യ ദുബായ് ബേസ്ഡ് ആണ്? അതെ അതെ. ഓക്കെ. അപ്പം ക്ലാസ്സസ് ഒക്കെ അവിടെ നിന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതോ ഓൺലൈൻ മാത്രമാണോ? ആയിട്ട് ഞാൻ പേഴ്സണൽ സെഷൻ 1-to-1 സെഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പാണ് കൂടുതലും കൊടുക്കുന്നത്. അത് ഓൺലൈൻ എല്ലാ മാസവും 14 days മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് VIP സെഷൻസ് ഉണ്ട്, പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഗ്രൂപ്പിൽ വന്ന് എല്ലാം പറയാൻ പറ്റില്ലല്ലോ. അപ്പം പേഴ്സണൽ സെഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ. എപ്പോഴും ഇത്തരത്തിലുള്ളൊരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ സോക്കോൾഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് ഇൻഹിബിഷൻസും കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ പ്രോബ്ലം റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായി എന്ന് വരില്ല. സോ അവരെ ഈ ഒരു ഗ്രൂപ്പ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്ക് ഒരു കംഫർട്ട് സോൺ ആയിരിക്കുമോ? അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അവരോട് ഞാൻ പറയാറ്, നിങ്ങളൊന്ന് വന്നു നോക്കൂ, വന്നൊരു 1 week ഇരുന്ന് നോക്കൂ, എന്നിട്ട് എൻ്റെ അടുത്ത് പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക, ചിലവർക്ക് പിന്നെ വർക്ക് പ്ലേസിലായിരിക്കും പ്രഷർ ഉണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. പക്ഷേ ഇതിനൊക്കെ ഉണ്ടാവുന്ന ഇമോഷൻ സെയിം ആയിരിക്കും. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് വരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളാണെങ്കിൽ കരയും, സങ്കടം വരും, ഒറ്റയ്ക്കിരിക്കും. അവിടെ വർക്ക് പ്ലേസിൽ ഇത് തന്നെയല്ലേ. പെൺകുട്ടികളാണെങ്കിൽ കരയും, ആണുങ്ങളാണെങ്കിൽ പിന്നെ ദേഷ്യം കൂടുതൽ കാണിക്കും, ആ ദേഷ്യം വീട്ടിലുള്ളവരുടെ അടുത്ത് കാണിക്കും. അപ്പം എല്ലാത്തിൻ്റെയും എൻഡ് റിസൾട്ടായിട്ട് വരുന്ന ഇമോഷൻസ് സെയിം ആണ്. ഞാൻ ഈ ക്ലാസ്സിലൂടെ അവരുടെ പ്രോബ്ലം അല്ല സോൾവ് ചെയ്യുന്നത്, ഇമോഷൻസ് ആണ് ഹീൽ ചെയ്യുന്നത്. ഇമോഷൻ അവരെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് അവരെ ഹെൽപ്പ് ചെയ്യാണ്. അതെ. ഓക്കെ. അപ്പോൾ ശ്രീവിദ്യ ഇതിലേക്ക് എത്തിയത് എന്താ? ഇതിൻ്റെ ഒരു കോഴ്സൊക്കെ എങ്ങനെ പഠിച്ചു, എവിടെ നിന്ന് എങ്ങനെ എടുത്തു? ഞാൻ ഇപ്പം നമുക്ക് നമ്മളെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അറിവ് കിട്ടുന്ന ഒരു ഫീൽ കിട്ടില്ലേ? രമ്യ ചേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ചേച്ചീൻ്റെ പാഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ ചേച്ചിക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ടോട്ട് ഇൻസൾട്ട് ചെയ്ത് വന്ന ഒരാളാണ്. എന്നെ ചെറുപ്പത്തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇൻസൾട്ട് ചെയ്ത് എവിടെ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ ഡെന്റിസ്ട്രി ആണ് പഠിച്ചത്, കഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു റിസൾട്ട്, സാലറി അപ്പോൾ കുറവായിരുന്നു, എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. വർക്ക് പ്ലസ് ഹാപ്പിനെസ് അല്ലേ പാഷൻ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് അവിടെ ഹാപ്പിനെസ് മിസ്സിങ് ആയിരുന്നു. ഹാപ്പിനെസ് ഇല്ലാത്തടത്തോളം കാലം നമുക്കൊരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ പഠിച്ചതെല്ലാം വീട്ടുകാരുടെ ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു ഡെന്റിസ്ട്രി പഠിച്ചതെല്ലാം? ഓക്കെ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു ഇതിലോട്ട് വരുമ്പോ. എന്താന്നുള്ളത് അറിയില്ലല്ലോ. സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് എല്ലാവർക്കും അറിയാം. പക്ഷെ കൗൺസിലിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ഇപ്പൊ ഇന്ന് ചേച്ചി ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു, ഓക്കെ നാളെ തൊട്ട് എനിക്ക് മാറണം, നാളെ തൊട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ എൻ്റെ എല്ലാ രീതിയിലും ഞാൻ ചേഞ്ച് കൊണ്ടുവരും. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പഴയ ആളായിട്ടുണ്ടാവും. സത്യം. ഒരു സോഡാ ബോട്ടിൽ പോലെയാണ്. സോഡാ ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പോപ്പം അതുപോലെ താഴും. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്പിംഗ് ക്ലാസ് ആണ്. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ ഇത് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ പോലെയാണ്. കാരണം നമ്മുടെ മൈൻഡിൽ പാസ്റ്റിൽ 20 years ആയിട്ട് 30 years ആയിട്ട് കൊടുത്ത വേസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. വരുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം എടുക്കും. പക്ഷേ ഞാൻ പറയുന്നത് 21 days കൊണ്ട്, അതായത് നമുക്കൊരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവാനുള്ള ടൈം എന്ന് പറയുന്നത് 21 days ആണ്. അപ്പം ഈ ഒരു ക്ലാസ് 21 days ആണ് പ്രാക്ടീസ് വരുന്നത്. പക്ഷെ 3 months നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്യും. അത് എനിക്ക് അറിയില്ല എത്ര പേർക്ക് അത് കണക്ട് ആവും എന്നുള്ളത്, കാരണം ഇത് കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി ആയിട്ട് ഇത് അലൈൻമെൻറ്റിലെത്തും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളെ ലൈഫിലോട്ട് വരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ഈ കുറേ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, 24 മണിക്കൂർ കൊണ്ട് ലൈഫ് പാർട്ണറെ മാനിഫെസ്റ്റ് ചെയ്യൂ, 24 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്യും. എനിക്കറിയില്ല അതെങ്ങനെയാന്ന്. അതൊരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റും ഡീക്ലട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഓറ എന്ന് പറയാം, ഓറ കേട്ടിട്ടില്ലേ? എനർജി. അപ്പൊ ഈ ഓറ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ചാർജ് ആണ്, ഇമോഷൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ചാർജ് ആണ്. അപ്പം ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഗോളിന് വേണ്ടി മാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഗോള് നമ്മളടുത്തേക്ക് വരും. അതായത് എപ്പോഴും സ്ട്രെസ്സിൽ ആങ്സൈറ്റിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അവരാഗ്രഹിക്കുന്ന കരിയറിൽ എത്താൻ പറ്റില്ല, റിലേഷൻഷിപ്പിൽ എത്താൻ പറ്റില്ല, ആഗ്രഹിച്ച ഹെൽത്ത് കിട്ടില്ല, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ കിട്ടണമെങ്കിൽ അതിന് മാച്ച് ആയിട്ട് നമ്മളെ ഡിസേർവിങ് ആക്കണം. ഈ ഡിസേർവിങ് ആക്കുന്ന പ്രോഗ്രാമാണ് എൻ്റെ ക്ലാസ്.
സോ ദാറ്റ് ടേക്സ് മിനിമം 21 days. 21 days അല്ലേ? മിനിമം. ഒരു ചെറിയ ചേഞ്ചിന് 21, അങ്ങനെ കറക്റ്റ് ഒരു ഡേ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ചേച്ചിക്ക് ചിലപ്പം 3 weeks കൊണ്ട് മാറാൻ പറ്റും. ഓക്കെ. അടുത്തൊരാൾക്ക് ചിലപ്പോൾ 3 months വേണ്ടി വരും, ചിലപ്പോൾ 6 months വേണ്ടി വരും. എന്തായാലും ഓൺ ആൻ ആവറേജ് വി ക്യാൻ സേ ഒരു 21 days എന്നുള്ളത് അല്ലേ? ഇനി ശ്രീവിദ്യ തന്നെ ഡിപ്രഷനിലൂടെ പോയ ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ഈ ചൈൽഡ്ഹുഡിൽ പാരന്റ്സിന് അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? എന്റെ മോൾക്ക് ഇത്ര അധികം അവള് മെന്റലി ഹേർട്ട് ആവുന്നുണ്ട് അങ്ങനെയെന്നുള്ളൊരു കാര്യമോ? അതൊന്നും അവർക്ക്, കാരണം അവർ രണ്ടാളും വർക്കിംഗ് ആണ്, ബിസി ആയിരുന്നു. അപ്പം അവിടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല പാരന്റിങ്ങിനൊക്കെ ഇത്ര ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ചെറുപ്പകാലത്തില് ഞാൻ ഇന്നലെ കൂടെ എന്റെ മോളുടെ അടുത്ത് അത് പറയായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ChatGPT നോക്കിയാലും മനസ്സിലാവും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് എല്ലാം നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ചെറുപ്പത്തിൽ അവരെന്താണ്, നമ്മൾ വളർന്നോളും. അതെ, അവരവരുടെ ജോലി, അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി ഭാവിയിലേക്ക് സേവ് ചെയ്യാം അല്ലെ, കല്യാണം നടത്തണം, ജോലി നേടിക്കൊടുക്കണം. അതിലപ്പുറത്തേക്ക് ഇമോഷണലി ഓക്കെ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ചോദിച്ചിട്ടുണ്ട്. നീ ഹാപ്പി ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചു. ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ കുറച്ച് കുറവായിരുന്നു അല്ലേ? അതെ. ഇപ്പം തന്നെ എന്റെ ക്ലാസ്സിൽ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, 13 വയസ്സ് 14 വയസ്സുള്ള. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ വന്നത്? അമ്മ പറഞ്ഞു കരിയർ ബിൽഡ് ചെയ്യാനാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 14 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ, ഈ കരിയർ ബിൽഡ് ചെയ്യുന്നതിന് പഠിത്തത്തിന്റെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. നമുക്ക് സെൽഫ് എസ്റ്റീം, സെൽഫ് ലവ് വേണം. അല്ലെ, നീ ഹാപ്പി ആണോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അമ്മയും അച്ഛനും എപ്പോഴും ഫോണിലാണ്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അങ്ങനെ ഞാൻ ഡിപ്രഷനിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നീ നിന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങളുടെ ഇമോഷൻസ് ആണ് ഹീൽ ചെയ്യേണ്ടത്, അതിനുശേഷമേ പഠിത്തം വരുന്നുള്ളൂ. പഠിക്കണമെങ്കിൽ ആ കുട്ടി എന്താ വേണം? മെൻ്റൽ ക്ലാരിറ്റി വേണം, ഫോക്കസ് വേണം, മെമ്മറി പവർ വേണം. ഇതൊക്കെ മാറണമെങ്കിൽ പേരൻസിൻ്റെ ലവ് വേണം, പേരൻസിൻ്റെ മിസ്സിങ് വേണം. ഈ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പേരൻസ് ഉള്ള കുട്ടികളാണ് ഭാവിയിൽ അവർ മോശാവസ്ഥയിലോട്ട് പോകുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വാശിക്കാരിയായിട്ടുള്ള പെൺകുട്ടി, എപ്പോഴും പ്രശ്നങ്ങളാണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും അടിയാക്കുന്നു, പ്രശ്നമാക്കുന്നു, കരയുന്നു. ആ രീതിയിൽ വരുന്ന പെൺകുട്ടികൾക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഫാദർ ഉണ്ടായിട്ടുണ്ടോ? ഫാദർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കില്ല ചെറുപ്പത്തിൽ. അപ്പോൾ ആ കുട്ടി ക്രേവ് ചെയ്യുന്നത് ഒരു ഫാദറിൻ്റെ കെയറാണ്, ഹസ്ബൻഡിനേക്കാൾ ഉപരി ഒരു ഫാദറിൻ്റെ പ്രസൻസും കെയറുമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് വിചാരിക്കുന്നത് എന്താണ്? ഇവള് അഹങ്കാരിയാണ്. ഹസ്ബൻഡ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വൈഫിനെ കാണാൻ ശ്രമിച്ചാൽ, വൈഫ് തിരിച്ചും ഹസ്ബൻഡിനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെന്റിസ്ട്രി അല്ല എൻ്റെ മേഖല, അല്ലെങ്കിൽ ഞാൻ അതിൽ എനിക്ക് ഒരു രീതിയിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഞാൻ ഇത് വിടണം എന്നൊരു തോന്നലിൽ നിന്നും എങ്ങനെയാണ് അത്, എനിക്ക് സൈക്കോളജി തന്നെ ആയിരിക്കും എൻ്റെ ഇത്, ആ ഒരു തിരിച്ചറിവ് ശ്രീവിദ്യക്ക് അപ്പം എങ്ങനെ വന്നു? ഡെന്റിസ്ട്രി വിട്ടു. അവിടെ ദുബായിൽ എനിക്ക് സാലറി കുറവായിരുന്നു. ഡെന്റിസ്ട്രി വിട്ടു. ഞാൻ അവിടെ കോവിഡ് ഡ്യൂട്ടിക്ക് പോയി. ഞാൻ പല ജോലിയും ചെയ്തു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് സെയിൽസിലോട്ട് പോയി. സെയിൽസിലോട്ട് പോയപ്പോഴും എനിക്ക് അവിടെ സെല്ലിംഗ് സ്കില്ലൊന്നുമില്ല. അവിടെയും ഹാപ്പിനെസ് ഉണ്ടായില്ല എനിക്ക്. അപ്പോൾ അത് വിട്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഞാൻ സെയിൽസിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡിപ്രഷൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. അതായത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരയുന്നു, ഒരു റീസണും ഇല്ലാതെ. അങ്ങനെ ഞാൻ ഒരു പോയിന്റിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, ആ ബുക്ക് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് എനിക്ക് കിട്ടി. അതിലൂടെ ഒരുപാട് ടെക്നിക്സ് ഡിസൈൻ ചെയ്തു, അത് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ എങ്ങനെയാണോ മാറിയത് ആ സെയിം ടെക്നിക്ക് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കും പറഞ്ഞു കൊടുത്തു. അവർ മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിലെനിക്കിതൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് ദാഹമില്ല, വിശപ്പില്ല, ഉറക്കമില്ല. അതാണ് നമ്മുടെ ലൈഫ് പേർപ്പസും പാഷനും. അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഇനി തിരിഞ്ഞോട്ടം ഇല്ല, ഇതാണ് എൻ്റെ ലൈഫ് എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഇതിൽ സൈക്കോളജി പഠിക്കുമോ? സൈക്കോളജി അല്ല, ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ കുറെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്താണ് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്, അത് ആവർത്തിച്ച് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ആയി വരും. സപ്പോസ് എപ്പോഴും പൈസ ഇല്ല, എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ പോവേർട്ടിയിൽ ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, പണത്തിന് കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മണി ലോസ് വന്നുകൊണ്ടിരിക്കും.
അങ്ങനെ മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരില്ല. എപ്പോഴും മണി ലോസ് വന്നുകൊണ്ടിരിക്കും. അതേസമയം എപ്പോഴും അബൻഡൻസിനെ പറ്റി, പ്രോസ്പെറിറ്റിനെ പറ്റി, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയും, ഞാൻ ഏബിളാണ്, എൻ്റെ അടുത്തേക്ക് വരും, ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വന്നിരിക്കും. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്, നമ്മൾ ആരും ഉണ്ടാക്കിയൊരു ലോ അല്ല. 24/7 നമുക്ക് ചുറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും പറയണത് യു ഷുഡ് മാനിഫെസ്റ്റ് തിങ്സ്, യു ഷുഡ് ഡ്രീം ബിഗ് എന്ന് പറയണതിന്റെ പിന്നിലത്തെ കാര്യം ഇതായിരിക്കും അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ ഒരുപാട് പറയല്ലോ, വാനത്തോളം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ, അവിടെയാണ് നമ്മുടെ മൈൻഡ് പവർ വർക്ക് ചെയ്യുക. അതെ, അവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ടെക്നിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറെ ഡസ്റ്റ് ഉള്ള, അതായത് വേസ്റ്റ് ഉള്ള ഒരു വേസ്റ്റ് ബിന്നിൽ നല്ല കർച്ചീഫ് കൊണ്ട് മൂടി പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കുറച്ച് കഴിയുമ്പം അതിന്റെ സ്മെല്ല് വരും. അപ്പം ആദ്യം നമ്മൾ മൈൻഡ് ക്ലിയർ ചെയ്യണം, ട്രോമ ക്ലിയർ ചെയ്യണം, നമ്മളെ തോട്ട്സ് റീപ്രോഗ്രാം ചെയ്യണം, നമ്മളെ അതിന് ഡിസേർവിങ് ആക്കിയതിന് ശേഷം മാത്രം ടെക്നിക്കിലോട്ട് പോവുക. ഓക്കെ. ഇപ്പോൾ ശ്രീവിദ്യ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരെയും കോച്ചിങ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. 65 ഉള്ള ആൾക്കാർ, ഏജ് ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുള്ള ആൾക്കാർ വരാറുണ്ട്, അമ്മ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ, വളരെ ചെറിയ കുട്ടികളും വരാറുണ്ട്, 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളടക്കം വരാറുണ്ട്. ഓക്കെ. ഈ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നത് എന്തായിരിക്കും? കുട്ടികളിൽ കാണുന്നത് സ്ക്രീൻ ടൈമിംഗ് കൂടുതലാണ് ഇപ്പം കണ്ടുവരുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ ഇല്ല ഒട്ടും, ഏതോ ലോകത്താണ് അവര്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ പേരൻസ് ബിസി ആയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടു പോവാണ്. പിന്നെ കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ ടീനേജർ ആണെങ്കിൽ പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം കൂടുതലും കുട്ടികൾക്ക്, ടീനേജ് കുട്ടികളിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് കൂടുതലുള്ള ഇമോഷൻ ആങ്കർ ഇഷ്യൂ ആണ്. വീട്ടിൽ ഭയങ്കര ദേഷ്യമാണ്. പെൺകുട്ടികളാണെങ്കിലും അതെ, ആൺകുട്ടികളാണെങ്കിലും അതെ. പെൺകുട്ടികൾക്ക് പിന്നെ ടീനേജർ ആവുമ്പോഴത്തേക്ക് ഹോർമോണൽ ചേഞ്ചസ് വരും. പക്ഷെ അത് ഒരു പേരന്റ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് നിക്കാന്ന് പറയുമ്പോ അല്ലേ? വേറൊരു കാര്യം, സോറി ഞാൻ പറഞ്ഞോട്ടെ, വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു വീട്ടിലെ അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഇനി ആ കുട്ടി കല്യാണം കഴിക്കുന്ന ഭർത്താവാണെങ്കിലും ഒരു പെൺകുട്ടി എങ്ങനെയാണ്, ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ആൺകുട്ടികളോടും അങ്ങനെ തന്നെ. നമ്മൾ എപ്പോഴും പെൺകുട്ടികളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കും, ആരും ആൺകുട്ടികളുടെ വിഷമങ്ങളൊന്നും പറയാറില്ല. കാരണം ആൺകുട്ടികൾ കരയരുത്, men don't cry, ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഒരു ബാരിയർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ എത്രയോ എൻ്റെ അടുത്തേക്ക് വരുന്ന ജെൻസ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ അവർക്ക് ഇമോഷൻസ് ഉണ്ട്. കാരണം അവരുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളത്ര പോലും അവർക്ക് സ്ട്രെങ്ത് ഇല്ല മൈൻഡിന്. അപ്പൊ അവർക്ക് ടെൻഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവര് പുറത്ത് ആരോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കരയാൻ പാടില്ല, വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവരായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ജെൻസിനാണെങ്കിൽ, ലേഡീസിനാണെങ്കിൽ ഇമോഷൻസ് വരുമ്പം ഒരുപാട് കരയേണ്ടി വരും, എക്സ്പ്രസീവ് ആയിരിക്കും, അവർക്കൊരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ടച്ച് ആയിരിക്കും വേണ്ടി വരാം, ചിലപ്പം ഐ എം ദേ ഫോർ യു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഷോൾഡർ വേണ്ടി വരും. പക്ഷെ ഇത് നമ്മൾ മെന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. മെന്നിന് അതല്ല വേണ്ടത്, അവരൊറ്റയ്ക്ക് ഇരിക്കാൻ വിടണം. ചിലപ്പോൾ അവർക്ക് പുറത്തൊക്കെ ഒരു ഡ്രൈവിന് പോകേണ്ടി വരും. പിന്നെ അവർക്ക് ഏറ്റവും വേണ്ടത് ഒരു വലിയൊരു കാര്യമാണ് അപ്രീസിയേഷൻ. അവരെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് എപ്പോഴും നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്യൂവൽ മതി അവർക്ക്. എവിടെയാണോ സപ്പോർട്ട് കിട്ടുന്നത് അവിടെ ആൾക്കാർ, അതായത് ആണുങ്ങൾ അവിടത്തേക്ക് പോകും. അത് നോട്ട് ഓൺലി ടു മെൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഏതൊരാൾക്കാണെങ്കിലും നമ്മളെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തു, നമ്മളെ ഒരാൾ നല്ലത് പറയുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ, നമ്മൾ അറിയാണ്ട് മോട്ടിവേറ്റഡ് ആവുകയാണ് അല്ലെ, മുന്നോട്ട് പോവാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് എവിടുന്നോ കിട്ടുകയാണ്. അതെ, നമ്മളിപ്പം ഒരാളെ ഇഷ്ടമല്ല എന്ന് പറയില്ലേ, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറയില്ലേ, അപ്പൊ ഇഷ്ടമല്ലാത്തത് ആ വ്യക്തിയല്ല, ആ വ്യക്തി നമുക്ക് തരുന്ന ഇമോഷനാണ് ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ഒരാളുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ ആ ഒരു വ്യക്തി നമ്മളെ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്യുന്നു, സാരി കൊള്ളത്തില്ല, അല്ലെങ്കിൽ മേക്കപ്പ് കൊള്ളത്തില്ല, മുടി കൊള്ളത്തില്ല, നമ്മൾ അവിടേക്ക് പോവില്ലല്ലോ, കാരണം ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, അപ്രീഷിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കും. വെരി ട്രൂ. അതെ, നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോടൊരു പ്രത്യേക ഒരു അടുപ്പം തോന്നുമല്ലോ. അതിന്റെ പിന്നിലത്തെ കാര്യം ഇത് തന്നെയാണ് അല്ലേ? ഈ കുട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാര്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ക്ലാസ്സസ് കൊടുക്കുന്നത് ഓൺലൈൻ ആയിട്ടുമല്ലേ, അപ്പൊ ദുബായ് ബേസ്ഡ് മാത്രം ആവണം എന്നില്ല ക്ലയൻസ്, പല സ്ഥലത്തുനിന്നും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് കുട്ടികളിൽ നിന്ന് ആദ്യം സംസാരിച്ച് തുടങ്ങാം. പൊതുവെ പറയാറുണ്ട് കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യരുത് എന്ന് പാരന്റ്സിന്റെ അടുത്ത്. ഈവൻ നമുക്ക് തന്നെ ഒരു പാരന്റിന്റെ 3-4 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടീനെ കണ്ടു പഠിക്കുകയെന്ന്, അത് പക്ഷെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടാവില്ല. പക്ഷേ രണ്ടാമത്തെ കുട്ടിയോ മൂന്നാമത്തെ കുട്ടിയോ വളരെ നോട്ടി ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും ക്ലെൻലെസ് ഇല്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞ കേൾക്കാണ്ടൊക്കെ വരുന്നത് ചിലപ്പോൾ ഹൈപ്പർ ആയിരിക്കാം. അപ്പം പാരന്റ് മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല നീ മൂത്ത ആളെ കണ്ടുപിടിക്കേ, അല്ലെ മൂത്തനോട് പറയും ഇളയാളെ കണ്ടുപിടിക്കെന്ന്. ചിലപ്പോൾ അങ്ങനെ വിതിൻ സിബ്ലിങ്സിന്റെ ഇടയിൽ ഒരു കമ്പാരിസൺ വയ്ക്കാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയോ കസിൻസിനെയോ വെച്ചിട്ടോ. പക്ഷെ ഇതൊന്നും പാരന്റ്സ് ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാവില്ല. ഇവൻ നന്നാവട്ടെ അല്ലെ ഇവള് നന്നാവട്ടെ എന്നുള്ളൊരു ഇന്റൻഷനോടെ ചെയ്യുന്നതാണ്. പക്ഷെ ആ ചെയ്യുന്നത് കുട്ടികളിൽ വളരെയധികം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ സ്റ്റഡീസ് എല്ലാം പറയുന്നുണ്ട്. ശ്രീവിദ്യ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? കാരണം കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു പേഴ്സണൽ സെഷനിൽ ഒരു കുട്ടി വരികയുണ്ടായി. ഇതുപോലെ തന്നെ ജർമ്മനിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവിടെ നാട്ടിൽ നിന്ന് ഒരുപാട് ലോൺ എടുത്തിട്ടൊക്കെ അവിടെ പോയതാണ്. അപ്പൊ അതൊന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, കുട്ടി ഡിപ്രഷനിലായി. അപ്പൊ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പേരൻസ് ഉണ്ടായിരുന്നോ? യെസ്, അൺഅവൈലബിൾ ആയെന്ന് മാത്രമല്ല, രണ്ടാമത്തെ കുട്ടിയെ വെച്ച് ഈ കുട്ടിയെ കമ്പയർ ചെയ്യുക, സ്നേഹം കൂടുതലും ഇളയ കുട്ടിക്ക് കൊടുക്കുക, ഫുഡും അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് ഇത്ര കഴിച്ചാൽ മതി, ഇത് അവനുള്ളതാണ്, അവനെയാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ രീതിയിൽ കുട്ടി കേട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയെന്ന് തന്നെ പറയാം. രക്ഷപ്പെട്ട് ജർമ്മനിയിലോട്ട് പോയതാണ്. പക്ഷേ നമ്മൾ ഏത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്താലും നമ്മളെ കൂടെ ഒരാൾ വരും. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടോ ആൾക്കാരെ ചേഞ്ച് ചെയ്തിട്ടോ കാര്യമില്ല. ഇതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് ഇതാണ്, എപ്പോഴും എന്നെ കമ്പയർ ചെയ്യും. കാരണം നമ്മൾ ആൾക്കാരുടെ വിചാരം അവരുടെ കുട്ടികളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ പഠിക്കും എന്നുള്ളതാണ്. സ്റ്റഡീസ് ഇംപ്രൂവ് ആവുന്നുള്ളതാണ് ഇവരുടെ വിചാരം. പക്ഷെ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചോളൂ, നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും വളരെ മോശം അവസ്ഥയിലേക്ക് പോകും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അവർക്കും വേണ്ടത് അപ്രിസിയേഷനാണ്. അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കണ്ടറിഞ്ഞ് വേണമെങ്കിൽ ടൈമർ വെച്ച് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തോളൂ. നമ്മൾ മറന്നാൽ അത് ഒരാളെ വെച്ചും കമ്പയർ ചെയ്യരുത്. മൂത്ത ചേട്ടനെ വെച്ചോ അനിയത്തിയെ വെച്ചോ കമ്പയർ ചെയ്യാൻ പാടില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ മാർക്സിന്റെ കാര്യത്തിലും കമ്പയർ ചെയ്യുന്നു. ഈ മാർക്സ് ഒക്കെ എന്താണ് നമുക്ക് ഉണ്ടാക്കുന്നത്? ആദ്യം കുട്ടികൾക്ക് വേണ്ടത് കോമൺ സെൻസ് അല്ലേ? ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ റൂമിലിരുന്ന് പഠിക്കൂ, ഒരു ഫംഗ്ഷനും വരരുത്, കല്യാണത്തിന് വരരുത്. ഇപ്പൊ നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ചോദിക്കും മോളെവിടെ? അവളെ വീട്ടിലിരുന്ന് പഠിക്കുക, എക്സാമാണ്. അപ്പൊ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെ മൈൻഡിന് ആകെ അറിയുന്നത് പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല അവർക്ക്. അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ അവിടെ പ്രോബ്ലംസ് ആയിരിക്കും. കാരണം ഇവർ ലവ് എന്ന ഇമോഷൻ ഫീൽ ചെയ്തിട്ടില്ല. ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. ഇവരുടെ ബ്രെയിനിന് ആകെ അറിയുന്നത് പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക, ജോലി വാങ്ങിക്കുക. മെക്കാനിക്കൽ ആവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ അവരെ ഈ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുക, ഒരു പ്രോബ്ലം വരുമ്പം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക. ഏറ്റവും വേണ്ടത് ലൈഫ് സ്കില്ലാണ്. ഇപ്പോൾ രമ്യ ചേച്ചിക്ക് നോക്കിക്കോ, കൂടുതൽ ആത്മഹത്യ വരുന്നത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കൂടുതൽ പഠിച്ച ആൾക്കാരല്ലേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണോ? പലരും പറയുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രക്കൊക്കെ അറിവുള്ള എഡ്യൂക്കേഷൻ ഇത്ര കിട്ടിയിരിക്കുന്ന ഒരാള് എന്തിനിത് ചെയ്യുന്നു? അതെ, അവിടെ മിസ്സിങ് എന്താണ്? ലൈഫ് സ്കില്ലില്ല. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വരുമ്പം അതെങ്ങനെ ഓവർകം ചെയ്യണം, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം. ഓരോ സിറ്റുവേഷനും എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയൊരു കാര്യം, പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഓപ്പൺ ആവുന്നത്. പ്രോബ്ലത്തിനെ നിങ്ങളൊരു ഗെയിമായി കാണുക. ആ പ്രോബ്ലത്തിൽ തളരാതെ ഇതെനിക്ക് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു സ്കില്ലും കൂടെ ഉണ്ടാവുന്നത്. ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് സിമ്പിളാണ്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മുടെ സ്കൂൾ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ കുറേ മാറിയിട്ടുണ്ട്. കുട്ടികളിൽ ഒരുപാട് ബേർഡൻ കൊടുക്കണ്ട, കുറച്ചും കൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം സൊസൈറ്റിയും ഒരു പാരൻസും നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? ചില സ്കൂൾസ് ആണെങ്കിലും കോൺഷ്യസ്ലി ചില സ്കൂളുകാർ കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് ഇതേപോലെ മന്ത്ലി വൺസോ അല്ലെങ്കിൽ വൺസ് ഇൻ 2 months ഒക്കെ ചില സ്കൂളുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്നാണ് നല്ലത് ഒരു തുടക്കം നമ്മൾ കൊണ്ടുവരണതും ശീലങ്ങൾ കൊണ്ടുവരണം
കൊണ്ടുവരേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് പവർ കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളിലല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്നല്ല കൊടുക്കേണ്ടത്, അവരുടെ പേരൻസിൽ നിന്ന് നമ്മളിത് തുടങ്ങണം. ടീച്ചേഴ്സിൽ നിന്നും തുടങ്ങണം. ആ ടീച്ചറും ഒരു പേരന്റ് ആയിരിക്കില്ലേ? അതെ. അവരുടെ ട്രോമ തൊട്ട് നമ്മൾ തുടങ്ങണം. കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അവർ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ പേരൻസ് അവരുടെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. കമ്പാരിസൺ ഉണ്ടാവും, അവിടെ കുറ്റപ്പെടുത്തലുണ്ടാവും, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും. അത് വീണ്ടും ഈ കുട്ടിയെ ബാധിക്കും. നമ്മളൊരു നല്ല വ്യക്തിയാണ് കുട്ടികളിലൂടെ ആക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഒരു റോബോട്ടല്ല. ഇപ്പം ഈ കമ്പാരിസണിലൂടെയും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്നത് നല്ലൊരു വ്യക്തിയല്ല. ഈവൻ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ മാർക്സ് കുറയുന്ന സമയത്ത് മാർക്സ് കൂടിയ കുട്ടിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക ടീച്ചേഴ്സ്. അതെ. മാർക്ക് കുറഞ്ഞ കുട്ടിയെ എപ്പോഴും ഒരു വാക്കുകൾ കൊണ്ട് നോവിപ്പിക്കാം. അതൊക്കെ ആ കുട്ടിയെ എത്ര ഹേർട്ട് ചെയ്യുന്നുണ്ടാവും? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ടീച്ചേഴ്സിനാണ് ആദ്യം എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ പേരൻസിനും. അതേപോലെ നമ്മൾ കുട്ടികളിൽ ചിലപ്പോൾ പറയും നല്ല ഇൻറ്റൻഷനോടെ, ഇപ്പം മറ്റവരിൽ കുറച്ച് നല്ല ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ പറയില്ലേ അവരിൽ നല്ല ഗുഡ് മാനറിസംസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ അത് കണ്ടു പഠിക്കണമെന്ന് നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഈ കമ്പയർ ചെയ്യാണ്ട് എന്നാൽ മറ്റുള്ളവരിലെ ഗുഡ് ക്വാളിറ്റീസ് നമ്മളിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുക? കുട്ടികളോട് ആദ്യം അവരുടെ നല്ല ക്വാളിറ്റീസ് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് നിന്നെ യൂണീക്ക് ആക്കുന്നത് ഇന്ന പോയിന്റ്സ് ആണ്, പക്ഷെ ഈ ഒരു വ്യക്തിയിലെ നല്ല ക്വാളിറ്റീസ് നീ ഇംപ്ലിമെന്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ സാൻഡ്വിച്ച് ടെക്നിക്കിലൂടെ ചെയ്യുക. അതായത് ആദ്യം കുട്ടിയുടെ നല്ല ക്വാളിറ്റി പറയുക, പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയാം, വീണ്ടും അത് സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ നല്ല കാര്യങ്ങൾ പറയാം. എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് പ്ലസ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. അതെ, കാരണം 0 to 7 years ഈ കുട്ടിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്, കിട്ടുന്ന എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് വെക്കും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആ 0 to 7 years നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിപ്പം ഒരു മെഡിറ്റേഷൻ സ്റ്റേജിൽ പോയി കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ പണ്ട് നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും. ആണോ? യെസ്. കാരണം ഒരു കുട്ടിയെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഓൾറെഡി 2-3 റേപ്പ് കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി അത് ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഉറക്കെ കരഞ്ഞു മെഡിറ്റേഷനിൽ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മാം പിങ്കുടുപ്പ് ഒരു ലോറി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ വരെ ഓർമ്മയിലേക്ക് വന്നു ആ കുട്ടിക്ക്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കോച്ചിങ്ങിലൂടെ ആ വേണ്ടാത്ത ഓർമ്മകളെ കംപ്ലീറ്റ് ആയിട്ടും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് അത് ഫോർഗിവ്നെസ് മെഡിറ്റേഷനിലൂടെ, ഹീലിംഗിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. കാരണം ഈ ഒരു ട്രോമ നമ്മൾ റിലീസ് ചെയ്താൽ തന്നെ നമ്മൾ ഫ്രീ ആയി. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് വിത്തൗട്ട് എനി റീസൺ നമുക്ക് കരച്ചിൽ വരിക, സങ്കടം വരിക, നമ്മൾ ചിന്തിക്കും ഇന്ന് എന്താ ഉണ്ടായത്, ഇന്ന് പ്രത്യേകിച്ചൊന്നും എനിക്ക് സംഭവിച്ചില്ലല്ലോ. ഇതൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. പഴയ കാര്യങ്ങൾ, പഴയ ഇമോഷൻസ് ബോഡിക്ക് തരുകയാണ്. അതുപോലെ ബോഡി ഇമോഷൻസിന് ക്രേവ് ചെയ്യും. ഇമോഷൻസ് ബോഡിയുടെയാണ്. നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഷോൾഡർ ഓപ്പൺ ആയിരിക്കും, ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കും. സാഡ് ആകുമ്പോൾ ഹെഡ് ഡൗൺ ആയിരിക്കും, ഷോൾഡർ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, അല്ലെ പഠിക്കണം. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, മടി പിടിച്ചിരുന്നിട്ടുണ്ടാവും. അപ്പൊ ബോഡി ക്രേവ് ചെയ്യുന്ന ഇമോഷനാണ് ഗിൽട്ട്. ബോഡി മൈൻഡിന് സിഗ്നൽ കൊടുക്കും എനിക്ക് ഈ ഇമോഷൻ വേണം എന്നുള്ളത്. കാരണം ചെറുപ്പം തൊട്ടേ ലാസ്റ്റ് മൊമെന്റിലെല്ലാം ലാസ്റ്റ് മൊമെന്റിൽ വർക്ക് തീർക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ പഠിക്കുന്ന കാര്യമാണെങ്കിൽ എക്സാമിന്റെ തലേദിവസം പഠിക്കുക, വേറെ എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടെങ്കിൽ ആദ്യമേ ടൈം ഉണ്ടാവും, അപ്പൊ വെറുതെ ഇരിക്കും, ലാസ്റ്റ് മൊമെന്റ് ചെയ്യും. അപ്പൊ ബോഡിക്ക് നമ്മൾ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കെല്ലാം ലാസ്റ്റ് മൊമെന്റ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഗിൽറ്റ് ഫീലിംഗിലൂടെ കടന്നു പോകുന്ന ബോഡിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതൊരു തെറ്റാണോ? കുറവാണോ? തെറ്റല്ല, അത് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന എല്ലാം നമുക്ക് മാറ്റിയിട്ട് ഐഡന്റിറ്റി ഷിഫ്റ്റ് നടത്താൻ പറ്റും. ഓക്കെ. നമുക്കിപ്പോൾ ഉള്ള വേർഷനിൽ നമുക്ക് ഏറ്റവും നമ്മളെ നല്ലൊരു വേർഷൻ ഉണ്ട്, ആരും കാണാത്തൊരു വേർഷൻ. ചിലപ്പോൾ നമ്മൾ പോലും അത് അതിലെനിക്ക് എത്താൻ പറ്റുമോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവും. ആ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റും പ്രാക്ടീസിലൂടെ. ഓക്കെ. സോ ഫോർ അതിനെല്ലാം ഇതെന്ന് പറയണത് എപ്പോഴും ലവ്, ഹാപ്പി, ഒരു പ്ലസന്റ് ആയിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയും, ലാലേട്ടനെ കണ്ടിട്ടില്ലേ,
ആൾക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാം, ആൾക്ക് വേണമെങ്കിൽ അല്ലെ അത്രയും പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ആള് ഓരോ മൊമെന്റ് പ്രസന്റിലല്ലേ ജീവിക്കുന്നത്. ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രസന്റിൽ ജീവിക്കുക, മൈൻഡ്ഫുൾനെസ് ആയി ജീവിക്കുക. ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ നാളെ എന്താണ് കുക്ക് ചെയ്യുക അത് ചിന്തിക്കുന്നില്ലല്ലോ, ഇപ്പൊ ഇത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക, മൈൻഡ്ഫുൾനെസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പൊ പാത്രം കഴുകുമ്പം 10 വർഷം ഒരു വ്യക്തിയെ 10 വർഷം മുന്നേ നടന്ന കാര്യമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെ ഫ്യൂച്ചറിലെ ബില്ല് എങ്ങനെ പേ ചെയ്യും, ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യും, ഇതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അതല്ല, ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ മാത്രം ചിന്തിക്കുക, ഫ്യൂച്ചറിലുള്ളത് ഫ്യൂച്ചറിൽ വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക, കാര്യങ്ങൾ പ്ലാനിങ്ങോട് കൂടി നടക്കുക എന്ന് പറയുന്നുണ്ട്, അതും ഇതും തമ്മിൽ അപ്പോൾ ബന്ധമുണ്ടോ? ഗോൾ സെറ്റിംഗ് അല്ലേ? അതായത് എനിക്കിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന കമ്പനിയുടെ CEO ആവണം, അല്ലെ 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിയുടെ ബൊട്ടീക്കാണെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാന് നമ്മൾ ഓർഡിനറി പീപ്പിൾ ആ പ്ലാൻ അവിടെ വെച്ചിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് അങ്ങനെ എത്തി തരണേ. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ഓരോ പ്ലാനിനും വേണ്ട ഓരോ ടെക്നിക്ക് നമ്മൾ ചെയ്യണം കോൺഷ്യസ്ലി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേരൻസിന് ഒരു റിസോർട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു മനസ്സുകൊണ്ട് അവിടെ എത്തണം എന്നുള്ളത്, അവിടെ ആ റിസോർട്ട് കാണണം എന്നുള്ളത്. അപ്പം എനിക്കിവിടെ എത്താൻ പറ്റി. ഞാൻ പറഞ്ഞത് നാച്ചുറലി വന്ന അട്രാക്ഷനാണ്. ഇത് കോൺഷ്യസ്ലി നിങ്ങൾ അവിടെ എത്തിക്കും ഈ ക്ലാസ്സിലൂടെ. മറ്റേത് നമുക്ക് എപ്പോഴേ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ സക്സസ്സിലോട്ട് എത്താൻ പറ്റുന്നത്. ഇത് 10 വർഷം കൊണ്ടുള്ള സക്സസ് ചിലപ്പോൾ 1 വർഷം കൊണ്ട് കിട്ടും. അതേപോലെ കേട്ടിരിക്കുന്ന വേറെ ഈ മൈൻഡ് പവറിന്റെ ഒരു പവർ എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്ന അസുഖങ്ങൾ വരുമ്പോൾ, അത് ക്യാൻസർ പോലത്തെ വലിയ രോഗങ്ങൾ വരിക, എന്ത് രോഗം ആയിക്കോട്ടെ, വലിയ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കേൾക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഏതൊരു വ്യക്തിക്കും കുറച്ചൊന്ന് പേടി, ഒന്ന് പാനിക്കാവും, ഒന്ന് വിഷമിക്കും ഭയങ്കരമായിട്ടും. സാധാരണ പനി എന്ന് പറയുന്ന പോലെ അല്ലല്ലോ, ഒരു മാറാ രോഗം ആണോ അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കും അല്ലേ. പക്ഷെ ചില ആൾക്കാർ ക്യാൻസർ സർവൈവേഴ്സ് ഒക്കെ പറയുന്നതാണ് മൈൻഡ് പവർ. അവിടെ എത്രത്തോളം മൈൻഡ് പവർ അവിടെ വർക്ക് ചെയ്തു, അവർക്ക് അതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് അവരെ എത്ര ഫാസ്റ്റായിട്ട് അവർക്ക് ആ ഒരു റിക്കവറി കിട്ടിയെന്നുള്ളത്. സോ എത്രത്തോളം ഈ അസുഖങ്ങളും നമ്മുടെ മൈൻഡ് പവറും തമ്മിൽ കണക്റ്റഡ് ആണ്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കുണ്ടാവുന്ന അധിക അസുഖങ്ങൾ 99% അല്ലെ 95% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. സൈക്കോ മൈൻഡ്, സോമ ബോഡി. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സ്ത്രീ കൈവേദനയാന്ന് പറയുന്നു, ചിലപ്പം അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും. അവരുണ്ടാക്കുന്ന ഫുഡിന് ഒരു അപ്രിസിയേഷൻ ഉണ്ടാവില്ല, ഹസ്ബൻഡിനും കുട്ടികളെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി കൈവേദനയാന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അത് വേദനയാണ് വേദനയാണ് വേദനയാണെന്ന് ഒരു 15-20 ദിവസം നിങ്ങൾ ഒരേ രീതി പറഞ്ഞു നോക്കിയേ, വേദന വരും. അതാണ് മൈൻഡിന്റെ കളി. ഇപ്പൊ ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു അസുഖം വന്ന ഗൂഗിൾ സെർച്ച് ചെയ്യും, ഗൂഗിൾ എന്താ റിസൾട്ട് വരിക? ക്യാൻസർ ആണ്. ക്യാൻസർ. അപ്പം ആ രീതിയിൽ ഞാനിപ്പോ ക്യാൻസൽ പറഞ്ഞ് ശ്രദ്ധിച്ചോ, ക്യാൻസർ എന്ന വേർഡ് നെഗറ്റീവ് ആണ്. അതെന്റെ മൈൻഡിൽ പ്രോഗ്രാം ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ ക്യാൻസൽ പറഞ്ഞത്. നമ്മൾ നെഗറ്റീവ് വേർഡ് എപ്പോ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ക്യാൻസൽ പറയണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ പോയിട്ട് അത് പ്രോഗ്രാംഡ് ആവും. അത് നമ്മൾ ഒരേ രീതിയിൽ 21 ദിവസം പറയുമ്പം ന്യൂറൽ പാത്വേ ഉണ്ടാവും. അപ്പൊ ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖമാണെന്ന് സൊസൈറ്റിയിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പേടിയല്ലേ, പേടിയോടെയാണ് അത് നോക്കിക്കാണുന്നത്. അപ്പൊ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം പെട്ടെന്ന് മാറുന്നുണ്ടാവും. നമ്മൾ ഈ ഇമോഷനും കൂടെ അതിൽ ചേർക്കുമ്പോഴാണ് ഇത് കൂടുതൽ തീവ്രമാവുന്നത്, അസുഖത്തിന്റെ ഇന്റൻസിറ്റി. പിന്നെ പേടി വരികയും ചെയ്തു, മാറുമോ, ഞാൻ മരിക്കുമോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്തായിരിക്കും, എൻ്റെ ഹസ്ബൻഡ് എന്താ, ഇങ്ങനെയുള്ള ആകുലത, ആങ്സൈറ്റി കാരണമാണ് 4th സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാർ മരിക്കുന്നത്. ഇപ്പൊ 4th സ്റ്റേജിൽ നിന്ന് റിക്കവർ ആവുന്ന ആൾക്കാരുണ്ട്, 2nd സ്റ്റേജിൽ മരണപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് മൈൻഡ് പവർ തന്നെയല്ലേ. 4th സ്റ്റേജ് വരെ എത്തിയിട്ട് റിക്കവർ ആവാന്ന് പറയുന്നത് മൈൻഡ് പവർ തന്നെയാണ്. നമുക്ക് പല പ്രാക്ടീസിലൂടെ നമുക്ക് ഈ ഒരു ക്യാൻസർ എന്ന അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുന്നേ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, DICC എന്ന ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. I direct, instruct, command, compel and code my body to heal. ഏത് ഭാഗമാണോ ഹീൽ ചെയ്യേണ്ടത് ആ ഈ ഒരു കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാലും ബോഡി മൈൻഡും അത് അനുസരിക്കും. അല്ലാതെ നമ്മൾ വിക്ടിം സർക്കിളിൽ നിന്നുകൊണ്ട് നമുക്കൊന്നും റിക്കവർ ആക്കാൻ പറ്റില്ല. അയ്യോ ഞാൻ ഇതിന് വിധിക്കപ്പെട്ടവളാണ്, അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെയായി, മറ്റേ എൻ്റെ കൂടെ പഠിച്ചവര് ഗ്രോ ചെയ്തു പോകുന്നു, എനിക്ക് അവരുടെ കൂടെ എത്താൻ പറ്റിയില്ല, ഇങ്ങനെ വിക്ടിം സർക്കിളിൽ ഇരുന്ന് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മള് ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ക്യാൻസറിന്റെ പറഞ്ഞുകൊണ്ടാണ്, നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് 4 ഏരിയ ആണ്. മെയിൻ എന്താണ്? ഹെൽത്ത് ആണ്. ഹെൽത്ത്,
റിലേഷൻഷിപ്പ്, കരിയർ, മണി. മണി. ഇത് നാലും ഒരു എന്താണ് തൂണ് പോലെയാണ്, പില്ലർ പോലെയാണ്, അല്ലെ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് പോലെയാണ്. അപ്പോൾ ഒരു പില്ലർ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇടിഞ്ഞു വീഴും. അപ്പൊ ഇതിന്റെ ഈ 4 മെയിൻ ഫാക്ടേഴ്സിനെയും ഒരുപോലെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരുപോലെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള പ്രാക്ടീസസ് ചെയ്യണം. അതായത് ഇപ്പൊ അഫർമേഷൻ ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്, മണിക്ക് വേണ്ടി മാത്രം പറയും. എനിക്കറിയില്ല അത് എന്തിനാന്നുള്ളത്. നമ്മൾ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാതെ നമ്മളിലേക്ക് മണി വരില്ല. റിലേഷൻഷിപ്പും മണിയും കണക്റ്റഡ് ആണ്. സെൽഫ് ലവ് ഈസ് ഈക്വൽ ടു മണി അട്രാക്ഷൻ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടോ? നേടാൻ പറ്റുമെന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മണി തേടിയെത്തും. പിന്നെ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ മണീനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുന്നത്? പൈസയുള്ളവൻ അഹങ്കാരിയാണ്, പണക്കാരൻ അഹങ്കാരിയാണ്, അല്ലെ മണി ചെകുത്താനാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്നത് വില്ലന്മാര് പണക്കാരും നായകന്മാര് പാവപ്പെട്ടവർ. അപ്പം പാവപ്പെട്ടവരാണ് നല്ല ആൾക്കാർ, പൈസ ഇല്ലാത്തവരാണ് നല്ല ആൾക്കാർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആൾക്കാർ വരുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും പുവർ മൈൻഡ് സെറ്റിലോട്ട് പോവാണ്. റിച്ച് മൈൻഡ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മണി അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ ഹെൽത്തും റിലേഷൻഷിപ്പും കരിയറും ഈക്വൽ ആയി കഴിഞ്ഞാൽ മണി വരും. ഇവിടെ ഹെൽത്ത് ഇല്ലെങ്കിൽ കരിയർ ഇല്ല, റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ കരിയർ ഇല്ല. റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉള്ള ഒരാൾക്ക് നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ടെൻഷനായിരിക്കും, നല്ലൊരു ലീഡർ ക്വാളിറ്റി ഉണ്ടാവില്ല, ഓവർ തിങ്കിങ് ആയിരിക്കും, ഇതുപോലെ ഷോർട്ട് ടേം വേർഡ് ആയിരിക്കും, അവരിൽ ഫ്രസ്ട്രേഷൻസ് കൂടുതലായിരിക്കും. അപ്പം ഈ 4 കാര്യവും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ലൈഫിൽ സക്സസ് ആവുള്ളൂ. സക്സസ് എന്ന് പറയുന്നത് വലിയ നിലയിൽ എത്തുക എന്നുള്ളതല്ല. ഞാൻ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചോദിക്കട്ടെ, എപ്പോഴാണ് ഒരാൾ ഞാൻ ഓക്കെ യെസ് ഐ എം ഹാപ്പി, ഞാൻ എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുന്നു എന്ന് പറയണത് ഒരു വ്യക്തി ഏത് മൊമെന്റിലായിരിക്കും? ആ ഒരു വ്യക്തി പ്രസന്റ് എൻജോയ് ചെയ്യുന്നു. ഈ നിമിഷം ഇതിപ്പോ കഴിഞ്ഞു, പിന്നെ ഇല്ലല്ലോ. ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യുന്നു, മൈൻഡ്ഫുൾനെസ് ആയിട്ട് അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സക്സസ് ആണ്. ഇപ്പൊ ഞാൻ എവിടെ ഇരുന്ന് രമ്യ ചേച്ചിന്റെ ഭംഗി ആസ്വദിക്കുന്നു, സാരി നോക്കുന്നു, ഞാൻ വിഷ്വലി രമ്യ ചേച്ചിനെ കാണുന്നു, അതെന്റെ മൈൻഡിൽ ഞാൻ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു, ശബ്ദം കേൾക്കുന്നു, ആ ഒരു സംഭാഷണം ഫീൽ ചെയ്യുന്നു. അപ്പം ടച്ചും കാണുന്നതും കേൾക്കുന്നത്, ഈ 5 സെൻസസ് ആക്റ്റീവായിട്ട് നമ്മൾ വെക്കുന്ന സമയത്താണ് ഒരാൾ പ്രസന്റിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ലത് കാണുക, നല്ലത് കേൾക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ ഓക്കെ. ശ്രീവിദ്യ കൂടുതലും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും കൂടുതലും ലേഡീസ് ആണോ ശ്രീവിദ്യയുടെ ക്ലയൻസ് എന്ന് പറയണത്? മുന്നേ ലേഡീസ് ആയിരുന്നു, പക്ഷേ ഇപ്പൊ ജെന്റ്സ് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ ഡൗൺ ആയിരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്, ഫാമിലി പ്രോബ്ലംസ് ഉള്ളവർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരിലൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കും ജെന്റ്സിന്റെ കേസിൽ? ആങ്സൈറ്റി. അത് സക്സസ്ഫുൾ ആവാത്ത ആൾക്കാരിൽ വരുന്ന ഒരു ഇഷ്യൂ ആണോ? ഞാൻ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത്, ഒരു പൈസ കുറയുന്ന സമയത്ത് അല്ലെ വേണ്ടത്ര പണം കയ്യിൽ വരാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആങ്ഷ്യസ് ആവും, ടെൻഷൻ കൂടും. ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കും, ഇനി ഫാമിലി പ്രോബ്ലം വരുമോ, ഇനി എനിക്ക് പൈസ എൻ്റെ കയ്യിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി വൈഫുമായിട്ട് പ്രശ്നം വരുമോ, വൈഫ് വീട്ടിൽ വഴക്കുണ്ടാക്കുമോ, ആ രീതിയിലുള്ള ഒരുപാട് ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും ആണ് ഞാൻ പുരുഷന്മാരിൽ കൂടുതലും കണ്ടിരിക്കുന്നത്. അത് അവരുടെ വർക്കിനെ ബാധിക്കുന്നു, ബിസിനസ്സിൽ ഭയങ്കര ക്ലയൻസ് ഒക്കെ കുറയുന്നു, റവന്യൂ കുറയുന്നു. അങ്ങനെയാണ് ക്ലാസ്സിൽ വരുന്നത്. ഈ ക്ലാസ്സിലൂടെ വന്നിട്ട് അവരുടെ ആ ബിസിനസ് ഫ്രീക്വൻസിയിലോട്ട് ഞാൻ എത്തിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മണി ഫ്രീക്വൻസിയിലോട്ട് അവരെത്തുന്ന സമയത്ത് മുന്നേ ഉണ്ടാകുന്നതിനേക്കാൾ ഡബിൾ ഇൻകം അവർക്ക് വരുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ്, ആദ്യം റിലേഷൻഷിപ്പാണ് ഞാൻ ഹീൽ ചെയ്യുന്നത്. ഒരു ബിസിനസ് മാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കുന്നത്. നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആദ്യം ഹീൽ ചെയ്യാം, പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാം, ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാം. പേരൻസുമായിട്ട് ദേഷ്യം കൊണ്ട് നടക്കുന്ന ഒരാൾ ലൈഫിൽ ഒരിക്കലും വിജയിക്കില്ല. ആണല്ലേ? അതെ, കാരണം അവരല്ലേ നമ്മുടെ ക്രിയേറ്റർ. കോഡാണ് ക്രിയേറ്റർ എന്ന് പറയും, പക്ഷെ അവരിലൂടെയല്ലേ നമ്മൾ വന്നത്. അതെ, അവരോട് ഗ്രേറ്റ്ഫുൾ ആവാതെ അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും.
അത് അനുഭവിക്കാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. അതാണ് ഞാൻ പേരൻസിനാണ് ആദ്യം എല്ലാവരെയും ഹീൽ ചെയ്യാൻ പറയുന്നത്. അച്ഛനെയും അമ്മയും ഹീൽ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കരിയർ സക്സസ് ഉണ്ടാവുള്ളൂ, കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമുക്കിനി ഒരു സെഗ്മെന്റിലേക്ക് പോകാം ശ്രീവിദ്യ. ഇതിനകത്ത് വരുന്ന ഈ സെഗ്മെന്റിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഇഷ്യൂസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഏതൊരാളും ഓരോ രീതിയിലും ഓരോ സാഹചര്യത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഏതൊരു വ്യക്തിയും അപ്പോൾ ചെയ്യുന്നത്, അല്ലേ? പക്ഷെ ആ ചെയ്യുന്നത് മറ്റുള്ളവർക്കെല്ലാം തെറ്റായിരിക്കാം. പക്ഷെ അവരുടെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ്, ആ മാനസികാവസ്ഥ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ ചോദിച്ചു പോകുന്നത്. ആദ്യത്തെ ചോദ്യം: ജീവിതത്തിലെ നല്ല നാളേക്ക് വേണ്ടി കാമുകന്റെ ജീവിതം കഷായം കൊടുത്ത് തിരശീല വീഴ്ത്തിയ പെൺകുട്ടിയുടെ മനസ്സ്. അതുകൊണ്ട് ആ കുട്ടി ഒന്നും നേടിയില്ലല്ലോ. ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? നെഗറ്റീവ് കാര്യമല്ലേ മൊത്തം സംഭവിച്ചത്. അതെ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യങ്ങൾ ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടീനെ എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്നു. പത്രത്തിലോ ഉടനീളം നെഗറ്റീവായിട്ടാണ് എല്ലാ കാര്യം വരുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് എന്താണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സർക്കംസ്റ്റാൻസസ് എന്താണ്, പേരൻസ് എങ്ങനെയാണ് വളർത്തിയത്, എന്തായിരുന്നു ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്ന ഒരു തോട്ട് കൊണ്ടാണ് ആ കുട്ടി ആ നിമിഷം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ആ കുട്ടിയെ ആ ഒരു തോട്ടിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ എന്തോ ഒരു ബിഹൈൻഡ് സ്റ്റോറി ആ കുട്ടിക്കുണ്ട്. ബാക്കിൽ എന്തോ ഒരു സ്റ്റോറിയാണ്, നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് അവര് തെറ്റാണ് ഇവര് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ആക്ട് തെറ്റാണ്, പക്ഷെ ആ ആക്ടിലോട്ട് അവരെ എത്തിച്ച ഇൻസിഡന്റ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ. ഇത് അടുത്ത ചോദ്യം ഇതാണ്: തന്നോട് നീതി കാണിക്കാത്ത എക്സ് പാർട്ണർ മരിച്ചാൽ സന്തോഷിക്കും എന്ന് പറഞ്ഞ ആ താരത്തിന്റെ മനസ്സ്. ഇത് വീണ്ടും എനിക്ക് ഇതിലോട്ട് തന്നെയാണ് വരാനുള്ളത്. അങ്ങനെ ഒരു താരമായാലും ഏതൊരു വ്യക്തിയായാലും പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പാസ്റ്റ് ആദ്യം മനസ്സിലാക്കുക എന്താന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഈ ന്യൂസിൽ ഓരോന്ന് കണ്ടിട്ടും അല്ലെങ്കിൽ റീൽസിൽ കണ്ടിട്ടും നമ്മൾ വിലയിരുത്തും, അല്ലേ? പക്ഷേ അവരുടെ അവസ്ഥ, ബാക്കിലുണ്ടായ സ്റ്റോറി അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ അവസ്ഥ, ചിലപ്പോൾ അവർക്ക് അച്ഛൻ മരിച്ച ആളായിരിക്കും, അല്ലെ അച്ഛൻ്റെ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ഛൻ്റെ ഒരു കരുതലും സപ്പോർട്ടും സ്നേഹമാണ്. അപ്പം ഇത് കിട്ടാണ്ടിരിക്കുമ്പം നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വിചാരിച്ച് നമ്മൾ കല്യാണം കഴിക്കും. പക്ഷെ ഈ അച്ഛൻ്റെ സെയിം ക്യാരക്ടർ ആയിരിക്കും ഹസ്ബൻഡിനും ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടാത്ത ഈ സ്നേഹമൊക്കെ എല്ലാം വാരിക്കോരി ഹസ്ബൻഡ് തരും. പക്ഷെ നമ്മൾ മൈൻഡിന് പരിചയം എന്താണ്? സ്നേഹം തരാത്ത അല്ലെ അൺഅവൈലബിൾ ആയിട്ടുള്ള, ഇമോഷണലി ഒട്ടും കെയർ ചെയ്യാത്ത ഒരു അച്ഛൻ്റെ മകളായിരിക്കും നമ്മള്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഹസ്ബൻഡിന്റെ അടുത്ത് കിട്ടുന്ന വെച്ച് പോകുമ്പോൾ ഈ അച്ഛനെ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇപ്പൊ എക്സാമ്പിൾ, ഒരാളുടെ അച്ഛൻ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള സാറിനെ അട്രാക്ട് ചെയ്യും, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള കൊളീഗിനെ അട്രാക്ട് ചെയ്യും, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഹസ്ബൻഡിനെ അട്രാക്ട് ചെയ്യും. ഈ അച്ഛന്മാര് ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതും പാറ്റേൺ ആണ്. അപ്പൊ ആ ഒരു താരത്തിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താരത്തിന്റെ പാസ്റ്റിൽ എന്തോ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതിന്റെ പാറ്റേൺ ആയിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നതും അങ്ങനെ ചിന്തിച്ചതും അങ്ങനെ പറഞ്ഞതും. തന്റെ മകളുടെ ഘാതകനെ രക്ഷിച്ച ക്രിമിനൽ നിയമപാലകന്റെ മരണ ദിവസം സന്തോഷം മാധ്യമങ്ങളെ അറിയിച്ച ആ അമ്മയുടെ മനസ്സ്. നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പം ഈ സൗമ്യ വധക്കേസിലാണെങ്കിലും നമ്മൾ ആള് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് കാണുന്നു. ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാത്രം നമ്മളിങ്ങനെ കണ്ടിട്ട് അയ്യോ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ കാണുന്ന ഇതാണ് എന്നുള്ള പേടി, അതായത് ഫിയർ ഫ്രീക്വൻസിയാണ് യൂണിവേഴ്സിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മകളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ മകളെ ആരെങ്കിലും ഉപദ്രവിക്കോ, എൻ്റെ മകളെ റേപ്പ് ചെയ്യോ, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നടക്കും. ഈ റേപ്പ് ചെയ്യപ്പെടുന്ന ആ കുട്ടിയുടെ പേരൻസ് ആ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് റേപ്പ് ചെയ്യുന്ന ആള് ലൈഫിലോട്ട് വരുന്നത്. എന്തുകൊണ്ട് എല്ലാവരും റേപ്പ് ചെയ്യുന്നില്ല? നമ്മൾ ആദ്യം നമ്മളെ കുറ്റക്കാരനെ ആ ഒരു വ്യക്തിനെ നമ്മൾ അട്രാക്ട് ചെയ്ത് എടുത്തതാണ്. ഐ അട്രാക്റ്റഡ് യു ബിക്കോസ് യു അട്രാക്റ്റഡ് മീ. നമ്മൾ പരസ്പരം അട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും സമൂഹത്തിൽ ഇതാണ് നടക്കുന്നത്, എനിക്കും ഇത് നടക്കും, എനിക്കിത് സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെടും, നിരന്തരം ചിന്തിക്കുന്നു. ആ കുട്ടിയോട് പറയാം പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണേ, ആൾക്കാരൊന്നും ശരിയല്ല, ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ആ കുട്ടി ചിന്തിക്കും. അപ്പം ട്രെയിനിലിരിക്കുമ്പോൾ ഈ കുട്ടി ചിന്തിക്കുന്ന ഇതായിരിക്കും, ആരെങ്കിലും എന്നെ റേപ്പ് ചെയ്യാൻ വരുമോ,
ബുദ്ധിമുട്ടിപ്പിക്കുമോ ഇത് തന്നെ ചിന്തിക്കും. അപ്പോൾ ഫുൾ ടൈം ഇത് ചിന്തിച്ചിട്ട് ഇത് ന്യൂറൽ പാത്വേ ആവുന്നു, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്യുന്നു, ആ ആളെ ആ കുട്ടി അട്രാക്ട് ചെയ്തെടുക്കുന്നു, റേപ്പ് ചെയ്ത് കൊല്ലുന്നു. ഇത് കേൾക്കുമ്പം എന്താ മനസ്സാവാചകം എനിക്കറിയില്ല ഇത് എത്രത്തോളം ആൾക്കാർ കണക്ട് ആവും, അല്ലെങ്കിൽ എനിക്കറിയില്ല ഇത് എത്ര ആളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. ഇതാണ് യൂണിവേഴ്സൽ ലോയിൽ ഇതാണ് നടക്കുന്നത്, പ്രകൃതി നിയമം. ഇത് നമ്മളെ കയ്യിലല്ല. നമ്മളെ കയ്യിലാണോന്ന് വെച്ചാണ്. നമ്മളെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറും. അല്ല, ഇതിപ്പോൾ കേൾക്കുമ്പം ആർക്കും തോന്നാവുന്നൊരു സംശയമാണ്, ഞാൻ മനസ്സാവാച എന്നെ ആരെങ്കിലും വന്ന് റേപ്പ് ചെയ്യണത് ക്യാൻസൽ കേട്ടോ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഇപ്പം ശ്രീവിദ്യ പറഞ്ഞ ആ സംഭവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോ എവിടെയോ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തികളിലേക്ക് ഇങ്ങനെ തരത്തിലുള്ള അറ്റാക്കിങ് വരുന്നത്. അതെ, നമ്മൾ വിചാരിക്കും വൈ മീ ഗോഡ്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങളോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, പെരുമാറുന്ന രീതി എങ്ങനെയാണ്, നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടാണ്, കറുത്തിട്ടാണ്, ക്യാൻസർ ആ രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു മാരേജിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചീനെ ഞാൻ കാണുന്നു, മോളെ എന്താ ഇത്ര കറുത്തു പോയത്, എന്താ തടിച്ചു പോയത്, ഞാൻ അട്രാക്ട് ചെയ്തതാണ് ആ സിറ്റുവേഷൻ. മകളെ പീഡിപ്പിച്ചു കൊന്ന ഭർത്താവിനോട് അനുകമ്പ കാണിച്ച ആ ഭാര്യയുടെ മനസ്സ്. ചിലപ്പം ആ ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ട് ചെയ്തതാവാം. ചിലപ്പം അവർ ഫൊർഗീവ് ചെയ്തു എന്നല്ല പറഞ്ഞത് ഹസ്ബൻഡിനെ. അപ്പം അവർക്ക് എന്താണ് സോൾ, അല്ല എന്താണ് എനർജി, മനുഷ്യർ എന്ന് പറയുന്നത് ഈ ഒരു ബോഡി അല്ല, ഈ ഒരു ആത്മാവാണ്, സോളാണ്. ഈ സോളെല്ലാം കണക്റ്റഡ് ആണ്, എനർജി എല്ലാം കണക്റ്റഡ് ആണ്, ഞാനും നീ ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവാം. അപ്പം ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ കാലാകാലം ഈ ഹസ്ബൻഡിനോടുള്ള അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള പക, ദേഷ്യം കൊണ്ടുവച്ച് നടന്നു കഴിഞ്ഞാൽ ഞാനും ഒരു രോഗത്തിന് അടിമയാവും. ഞാനും മനസ്സമാധാനമില്ലാതെ ഉറങ്ങേണ്ടി വരും. നമ്മൾ ഒരാളുള്ള ദേഷ്യം എത്ര നാൾ കൊണ്ട് നടക്കുന്നോ അത്രയും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പം അത് നാച്ചുറലി ആ ഒരു ലേഡി, ആ ഒരു വ്യക്തി റിലീസ് ചെയ്തിട്ടുണ്ടാവാം, ഫൊർഗീവ് ചെയ്തിട്ട്. അപ്പം അത് ശരിയോ തെറ്റോ? അത് ശരിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ചോദ്യമാണ്. എനിക്ക് വേറെ ബന്ധങ്ങളുണ്ടാവും, പക്ഷേ നീ സന്തുഷ്ടിയായിരിക്കും, നിന്നെ എല്ലാ വിധത്തിലും ഞാൻ ഹാപ്പിയാക്കി വെക്കും എന്ന മൈൻഡ് സെറ്റ് പുലർത്തുന്ന ഭർത്താവിൻ്റെ മനസ്സ്. ആ ഭർത്താവ് ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ലൈഫ് ലോങ് കൂടെയുള്ള വൈഫിനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഭർത്താവിൻ്റെ മനസ്സിനെ പറ്റിയല്ല, വൈഫിൻ്റെ മനസ്സിനെ പറ്റിയാണ്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അഗെയിൻ സെൽഫ് റെസ്പെക്റ്റ് ആണ്. പിന്നെ അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ലൈഫിൽ വന്നത് നിങ്ങൾക്കൊരു ലെസൺ തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ എല്ലാം ഉണ്ടല്ലോ, നമുക്ക് തരുന്ന ഓരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ദൈവം ഓരോ പ്രോബ്ലംസ് നമുക്ക് തരുന്നത് സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ദൈവം സിഗ്നൽ കൊടുക്കുകയാണ്, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യൂ. അപ്പം മൂവ് ഓൺ ചെയ്യുമ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആണ്, സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഓവർകം ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, റിയലൈസേഷൻ ഉണ്ടാവുള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതിനവർ സന്തോഷിക്കുക, അവർ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഈ ഹസ്ബൻഡ് തരുന്ന ഓരോ ഇൻസിഡൻറ്റും അവർക്ക് ഓരോ ലെസൺ ആണ് ലൈഫിൽ. ലൈഫ് ലോങ് അവർക്ക് ബോൾഡ് ആവാനും സ്ട്രോങ് ആവാനും ഈ ലെസൺ മാത്രം മതി. ചില ആൾക്കാർ പറയും, എനിക്ക് എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്, എനിക്ക് മാത്രം എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനുള്ള മറുപടിയോ? സന്തോഷിക്കാൻ പറ്റാത്തത് അവരവരെ ചിന്തകൾ മാറ്റിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇതും പാറ്റേൺ ആണ്. നമ്മൾ സന്തോഷിക്കുന്നില്ല എന്ന് തന്നെ ആ വേർഡിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. നമ്മൾ മൈൻഡിന്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമില്ല എന്നാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണ്, അതൊരു ഫൂളാണ്. നമ്മൾ പറയുന്നതൊക്കെ ശരി എന്ന് വിചാരിച്ച് ഫീഡ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ പറയാണ് എനിക്ക് സന്തോഷമില്ല, ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. അപ്പം അത് ശരിയാണെന്ന് വിചാരിച്ച് അത് ഫീഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയുള്ള രീതിയിൽ പിന്നെയും എത്തിക്കും. പിന്നെ ഈ സന്തോഷം തരാത്ത വ്യക്തികൾ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. എന്നെ ദുഃഖിക്കുന്ന സിറ്റുവേഷൻസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ലേഡീസ് ഒരുപക്ഷെ ശ്രീവിദ്യനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതായത് കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആ രീതിയിൽ വരാറുണ്ട് സ്ത്രീകൾ. കാരണം സ്ത്രീകൾ അത് അപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൽ അഡിക്റ്റഡ് ആണ് അവർ.
അവർ. ഹസ്ബൻഡിനോടുള്ള തീരാത്ത സ്നേഹം, ആ ഒരു അറ്റാച്ച്മെന്റ്. ഈ സ്ത്രീകൾക്ക് ഇമോഷനിലൂടെയാണ് അവർ സെക്സിലോട്ട് എത്തുന്നത്. ആണുങ്ങൾക്കാണ് ആദ്യം സെക്സ്, പിന്നെ ഇമോഷൻ. ആ ഇമോഷണൽ കണക്ഷൻ ഭയങ്കര കൂടുതലാണ് സ്ത്രീകൾക്ക് ആണുങ്ങളുടെ അടുത്ത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ തെറ്റ് ചെയ്താലും ചില സ്ത്രീകൾ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് അവരെ കൂടെ കാലകാലം നിൽക്കും. അങ്ങനെ ഒരു കേസ് എൻ്റെ ക്ലാസ്സിൽ വന്നത്, ഈ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് പല സ്ത്രീകളുമായിട്ട് ബന്ധമാണ്. പക്ഷെ ലവ് മാരേജ് ആയതുകൊണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അത് സഹിച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ ക്ലാസ്സിൽ വന്നിട്ട് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് ആ കുട്ടി ബിസിനസ്സിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരുന്നു. അപ്പോൾ കൂടുതലും എൻ്റെ ക്ലാസ്സിൽ സ്ത്രീകൾ വരുന്നത് ഈ ഒരു റീസൺ ആണ്. കാരണം ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ആശ്വസിപ്പിക്കുന്നില്ല, എനിക്കൊരു വിഷമം വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഇങ്ങനെയുള്ള റീസൺസ് ആണ്. അപ്പോൾ ഇവര് ചിന്തിക്കേണ്ടത് ഹസ്ബൻഡിനും അങ്ങനെയുള്ള റീസൺസ് ഉണ്ടാവും. ഹസ്ബൻഡ് ചിലപ്പം ഓഫീസിൽ പ്രശ്നങ്ങളായിട്ടായിരിക്കും വീട്ടിൽ വരുന്നുണ്ടാവാം. അപ്പം വീട്ടിൽ വന്നു കഴിയുമ്പം വൈഫിൻ്റെ അടുത്ത് ഒരു സമാധാനം പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. വൈഫ് എന്ത് ചെയ്യും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ അഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഹസ്ബൻഡ് മൈൻഡ് ചെയ്യില്ല, ഫോണിൽ നോക്കിയിരിക്കും. അപ്പം ഹസ്ബൻഡിന് വേണ്ടത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, സമാധാനമായിട്ട് ഇരിക്കേണ്ടി വരും. വൈഫിന് വേണ്ടത് കൂടുതൽ സംസാരിക്കേണ്ടി വരും. സ്ത്രീകളാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ വേർഡ്സ് സംസാരിക്കുന്നത് പുരുഷന്മാരെക്കാളും. അപ്പം ഇവർക്ക് ഒരുപാട് സംസാരിക്കണം, ഒരുപാട് എക്സ്പ്രസ് ചെയ്യണം. അവർക്ക് വേണ്ടത് ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കിരിക്കണം, ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോകേണ്ടി വരും. അപ്പൊ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പെരുമാറുക. അതായത് ഹസ്ബൻഡ് ഇപ്പം ഓഫീസിൽ പ്രഷറിലാണ്, ടെൻഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് അവിടുന്ന് മാറി നിൽക്കുക. നമ്മൾ എന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാ വീക്കെൻഡും ഒരുമിച്ച് പുറത്ത് പോവുക. പുറത്ത് പോയി കഴിഞ്ഞിട്ട് പറയുക, എനിക്കിങ്ങനെയാണ് വേണ്ടത്, എനിക്കിങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്നെ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത്. നീഡ്സ് ആൻഡ് വാണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം ഹസ്ബൻഡും വൈഫും. എല്ലാം ചിലവർ ഓപ്പണായി പറയില്ല. എനിക്കറിയാം, 25-30 വർഷം കൂടെ നിന്നിട്ടും ഹസ്ബൻഡിന്റെ താല്പര്യം എന്താണ്, വൈഫിന്റെ താല്പര്യം എന്താണെന്ന് അറിയാത്തവരുണ്ട്. അതെ, എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാത്തവരുണ്ട്. ചിലവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്ന വേർഡ്സ് ആയിരിക്കും, ചിലവരുടെ ടച്ച് ആയിരിക്കും, ചിലവരുടെ പുറത്തു പോയി സ്ഥലങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ആ ലവ് ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പാർട്ട്ണറുടെ. അതിനനുസരിച്ച് നിങ്ങൾ ബിഹേവ് ചെയ്യണം, അത് അവർക്ക് കൊടുക്കണം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് അവിടെ ഒരു ഇൻറ്റിമസി വരുന്നത്, കണക്ഷൻ വരുന്നത്. പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുക, അല്ലേ? വെൽ സെഡ് ശ്രീവിദ്യ. എല്ലാ കാര്യങ്ങളും ശ്രീവിദ്യ വളരെ ക്ലിയർ ആയിട്ട് ആർക്കും മനസ്സിലാവുന്ന വണ്ണം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ശ്രീവിദ്യ ഇപ്പോൾ ദുബായ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്കാണെങ്കിലും എങ്ങനെയാണ് ശ്രീവിദ്യയുടെ ഒരു കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം? എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മൈൻഡ് പവർ കോച്ച് ഡോക്ടർ ശ്രീവിദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടും, അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ഓരോ മാസവും മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 14 days ക്ലാസ് ആണ്. ഇനി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് റെക്കോർഡഡ് സെഷനും അവൈലബിൾ ആണ്. ഇനി അതെല്ലാം എന്നോട് നേരിട്ട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനാണെങ്കിൽ പേഴ്സണൽ സെഷൻ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ. കിഡ്സിനും ഉണ്ട് സെഷൻ, അത് ഗ്രൂപ്പായിട്ടും ഉണ്ട്, പേഴ്സണൽ സെഷനും ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ച് അവര് ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരാളാണ് ശ്രീവിദ്യ. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രീവിദ്യ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണത്, അതോ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ശ്രീവിദ്യക്കും ഉണ്ടോ? എനിക്ക് സ്റ്റാഫ് ഉണ്ട്. എനിക്ക് സ്റ്റാഫ് ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. കാരണം എനിക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ചുറ്റും, അതായത് സർക്കംസ്റ്റാൻസസ് റെഡി ആവണം, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം ചുറ്റും. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് ഇത്രയും പേരിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനി എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു 1 million ആൾക്കാരിലെങ്കിലും എനിക്ക് ഈ ഒരു മൈൻഡ് പവറിന്റെ ഈ ഒരു ക്ലാസ് എത്തിക്കണം. 1 million ഒരാളല്ല മാറുന്നത്, 1 million ഫാമിലിയാണ് മാറുന്നത്. അങ്ങനെ ഒരു മാറ്റം ഒരു വ്യക്തിയിൽ സംഭവിച്ചാൽ അത് പിന്നെ ലൈഫ് ലോങ് അത്രയും നല്ല മാറ്റങ്ങളോടെ ആയിരിക്കും ആ വ്യക്തി പോവുക, അതോ ഇതും ഒരു ഷോർട്ട് ടേം മാത്രം ആയിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കുമോ? അതായത് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ് അതിന്റെ സ്വഭാവം. എപ്പോഴും നമ്മൾ ബാക്ക് ടു പഴയ രീതിയിലാവും. അപ്പോൾ അത് ബ്രെയിനിനെ പഠിക്കണം ആദ്യം. ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, എല്ലാം പഠിച്ചതിന് ശേഷം അത് പഠിപ്പിക്കും ക്ലാസ്സിൽ. അപ്പം അതിനുശേഷം ഇത് എങ്ങനെ ഇതിനെ ടാക്ട് ചെയ്യണം, എങ്ങനെ ഇതിനെ ട്രിക്ക് ഉപയോഗിച്ച് മാറ്റണം എന്നുള്ള സ്കില്ല് ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് എന്ത് പ്രോബ്ലം വന്നാലും അതിൽ നിന്ന് എളുപ്പത്തിൽ റിക്കവർ ആവാൻ പറ്റും.
ഇപ്പം ലൈഫ് ലോങ് ഈ ഒരു ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ഒന്നും ഇല്ല, ഒരു 30 മിനിറ്റ്സ് മോർണിംഗ് റിച്വൽ നൈറ്റ് റിച്വൽ ആണുള്ളത്. അപ്പം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ ഐഡന്റിറ്റി ഷിഫ്റ്റിലോട്ട് എത്തും. ഇന്ന് കാണുന്ന നിങ്ങളായിരിക്കില്ല ഒരു 1 മന്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു ശ്രീവിദ്യ. എല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ജസ്റ്റ് കീപ് ഗോയിങ്. ഈ ഒരു ശ്രീവിദ്യ എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ, അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഈ ഒരു സമയമായിരുന്നു ശ്രീവിദ്യക്ക് ഉണ്ടായിരുന്നത്. അതാണ് ആ ഡെന്റിസ്ട്രി വിട്ടിട്ട് ഇതിലേക്ക് ഈ ഒരു മൈൻഡ് പവർ കോച്ചിങ്ങിലേക്ക് എത്താനായിട്ട് പറ്റിയത്. എന്തായാലും ഇനിയും ഒരുപാട് ആൾക്കാരുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് ശാന്തതയും സമാധാനവും സന്തോഷവും കൊടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു.